88 തന്നെ മറ്റൊരു നടൻ മലയാളത്തിൽ വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ വന്ന് ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് ശ്രദ്ധേയനായ ഒരു നടൻ, സുന്ദരനായ ഒരു നടൻ എന്ന് തന്നെ പറയാം. സുന്ദരനായ വില്ലൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പല മാധ്യമങ്ങളൊന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അത് മറ്റാരല്ലോ, നമ്മുടെ സ്വന്തം ദേവൻ. അന്ന് ഭരതന്റെ ഒരു മിന്നാമിനിങ്ങിന് നുറുങ്ങുവട്ടം, പിന്നെ ആരണ്യകം, ഈ 2 സിനിമകളിലും എനിക്ക് തോന്നുന്നു ഈ 2 സിനിമകളിലും മമ്മൂക്കയോ ലാലേട്ടനെയൊക്കെ പോലെയുള്ള എനിക്ക് മമ്മൂക്കയായിരുന്നു തോന്നുന്നു ആരണ്യകത്തിലൊക്കെ അന്ന് പ്ലാൻ ചെയ്തത്. പക്ഷെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരാത്തതുകൊണ്ടാണ് ദേവനെ കാസ്റ്റ് ചെയ്തത്. അങ്ങനെ ഈ 2 സിനിമകളിലൂടെ ദേവൻ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. ആ സമയത്ത് 88 ഒരു മാഗസീൻ, ആക്ച്വലി അതിൻ്റെ ഒരു മാഗസീൻ്റെ ഒരു ഫോട്ടോ, അതിലൊരു ന്യൂസ്, അതിലൊരു ന്യൂസ് വന്നിരിക്കുന്നതിൽ ഒരു ഫോട്ടോ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ വായിച്ചിരുന്നു. അതിൻ്റെ ഒരു ഹെഡിങ് ഇങ്ങനെയാണ്, അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനും താരപ്രഭ മങ്ങുന്നോ, പുതിയ താരോദയങ്ങളായി ദേവനും ജയറാമും. അതെനിക്ക് കറക്റ്റ് വേർഡ്സ് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. അന്ന് 88 തുടക്കം ലാലേട്ടനും മമ്മൂക്കയുടെയൊക്കെ അന്ന് എല്ലാ മാസവും ഒരു സിനിമകൾ, അതായത് ഒരു 88-87 കാലഘട്ടങ്ങളൊക്കെ ഒരു വർഷം 12 സിനിമയോ 14 സിനിമയോ ആണ് മമ്മൂക്ക ലാലേട്ടനും ചെയ്യുന്നത്. എല്ലാ മാസവും ഒരു റിലീസ് ഉണ്ട്. പക്ഷെ ആ 88 തുടക്കം വന്ന കുറച്ച് സിനിമകൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ മമ്മൂക്കയുടെ ഒന്നും അധികം വിജയങ്ങളായിട്ടില്ല. വിജയങ്ങളുണ്ട്, ഇപ്പോൾ ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ മനുവുകൾ, ഇതൊക്കെ 88 തുടക്കമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെയാണ് ജയറാമിന്റെ ഈ 2 സിനിമകൾ വരുന്നത്. ജയറാം വളരെ പ്രോമിസിംഗ് ആയിട്ട് കയറി വന്നിരുന്ന ഒരു നടനായിരുന്നു. കാരണം അപരനും മൂന്നാം പക്കവും, അതിനോടൊപ്പം തന്നെ ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നു. അന്ന് സത്യൻ അന്തിക്കാടിന്റെ സിനിമ, കമലിന്റെ സിനിമ, വിജി തമ്പിയുടെ വിറ്റ്നസ് പോലത്തെ സിനിമകൾ, അങ്ങനെ കുറെ സിനിമകൾ ജയറാം കമ്മിറ്റ് ചെയ്യുന്നു. ഇപ്പുറത്ത് ദേവൻ ഈ 2 മികച്ച സിനിമകൾ കൊടുക്കുന്നു. അപ്പൊ ദേവനെയും ജയറാമിനെയാണ് അടുത്ത 2 താരങ്ങളായിട്ട്. റഹ്മാൻ ആ സമയത്ത് അപ്പോഴേക്കും തമിഴിലേക്ക് പോയി. റഹ്മാനും മമ്മൂക്ക ലാലേട്ടന് ശേഷം തിളങ്ങി നിന്നിരുന്ന ഒരു നായകനായിരുന്നു. റഹ്മാൻ പതുക്കെ തമിഴിലേക്ക് അന്ന് പോയി നിൽക്കുന്ന സമയം. മലയാളത്തിൽ സിനിമകൾ കുറവായിരുന്നു. ശങ്കർ ഓൾമോസ്റ്റ് ഒരു ഡൗൺ ആയി വരുന്ന ഒരു സമയമായിരുന്നു. രതീഷ്, ഇവര് അവസരങ്ങൾ കുറഞ്ഞു. അല്ലെങ്കിൽ ഷാനവാസ്, ഇങ്ങനെ ആ സമയത്ത് ഒരു 80-85 കാലഘട്ടങ്ങളിലെ ഹീറോസ് ആയി നിന്നിരുന്നവരൊക്കെ സൈഡ് റോളുകളിലേക്കും അല്ലെങ്കിൽ അവർ പയ്യെ ഫീൽഡിൽ നിന്ന് മാറി മമ്മൂക്ക ലാലേട്ടന് മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ദേവനെയും ജയറാമിനെയും അന്നത്തെ മീഡിയാസ് എല്ലാം അടുത്ത താരങ്ങളായിട്ട് ഉറപ്പിച്ചത്. അല്ലെങ്കിൽ ഇവരായിരിക്കും എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തത്.